ഓ, നിന്റെ ഒരു കാര്യം. ഇവിടെയുള്ള എല്ലാം അങ്ങ് തട്ടിമറിച്ചിടുവോ? കഴിഞ്ഞ ആഴ്ച തന്നെ നീ 3 ഗ്ലാസ്സാ പൊട്ടിച്ചത്. ചെറിയമ്മ, അത് ഞാൻ കണ്ടില്ല. പെട്ടെന്ന് തട്ടി വീഴാൻ പോയപ്പം സംഭവിച്ചതാ. നീ കാണൂല? നിനക്കൊന്ന് പതിയെ വന്നൂടെ? അതെങ്ങനാ? 1.25 വെച്ച് ഓട്ടമല്ലേ? ഇവിടെ 2 കാലുള്ളവര് പതിയെ നടക്കുന്നേ, അതിന്റെ ഇടയ്ക്ക് അവിടെ 1.25 വെച്ചുള്ള ഒരു ഓട്ടം. നീ ഒറ്റ ഒരാളാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. ഞാൻ പയ്യെ ചെറിയമ്മ വന്നത്. ഇതിലെ വന്നപ്പം ഇവിടെ ഇച്ചിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ തെന്നി വീഴാൻ പോയപ്പം പെട്ടെന്ന് വീഴാതിരിക്കാൻ ചാടി പിടിച്ചതാ. അങ്ങനെ താഴെ പോയതാ ചെറിയമ്മ. നീ വീണാലും കുഴപ്പമില്ലായിരുന്നു, എന്റെ സാധനങ്ങളൊന്നും നശിക്കത്തില്ലായിരുന്നല്ലോ. ശല്യം. അവിടെ എങ്ങനെ മാറിയിരി. സോറി ചെറിയമ്മ. അവളുടെ ഒരു സോറി. എന്താ ഭാനുമതി, ഒരു സൗണ്ട് കേട്ടത്? ഒന്നും പറയണ്ട എന്റെ ബീനെ. ആ 1.25 എന്റെ പുതുപുത്തൻ പാത്രം തട്ടിപ്പൊട്ടിച്ചതാ. അവൾക്ക് വല്ലതും അറിയണോ? അവൾക്ക് ഇവിടെ പാത്രം തട്ടിപ്പൊട്ടിച്ചങ്ങ് നടന്നാ പോരെ? ബാക്കിയുള്ളവരല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ. പോട്ടടി, നീ ഒന്ന് പയ്യെ പറ. വയ്യാത്ത കൊച്ചല്ലേ, അത് കേക്കും. വയ്യാത്ത കൊച്ച്. അവളുടെ കയ്യിലിരിപ്പോ, അവളുടെ തലവട്ടം കണ്ടപ്പോ അവളുടെ തള്ള അങ്ങ് പോയി. അതിന്റെ ഇടയ്ക്ക് തന്ത അവളിവിടെ കൊണ്ടുവിട്ടിട്ട് തന്ത അങ്ങോട്ടേക്ക് പോയി. ഇതുവരെ തിരിച്ചു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ അവസാനം ബാധ്യത ആർക്കാ? നമുക്ക്. അതിനൊക്കെയുള്ള പുണ്യമൊക്കെ നിനക്ക് കിട്ടും ഭാനുമതി. പിന്നെ നിനക്ക് ആ കൊച്ചിനെ അങ്ങ് കെട്ടിച്ചു വിടാൻ മേലായിരുന്നോ? അതിനൊരു ജീവിതമാകുമല്ലോ. നല്ല കഥ. ഈ ഞൊണ്ടിക്കാലിക്കൊക്കെ ആര് ചെക്കനെ തരാനാ? ഈ ഞൊണ്ടിക്കാലിനെയൊക്കെ ആര് കെട്ടാനാ? ഈ ഞൊണ്ടിക്കാലിക്കുള്ള ചെക്കനെയൊക്കെ ഞാൻ എവിടെ പോയി തപ്പി പിടിക്കാനാ? അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കുറവുള്ള ചെക്കനെയൊക്കെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ഇനിയിപ്പം ഞാൻ എവിടെ പോവാനാ? ഈ ബാധ്യത നമുക്ക് ചുമക്കാനാ യോഗം. അവള് തിന്നു മുടിപ്പിക്കുന്നതിന് കയ്യും കണക്കുമില്ല. പാവം, അതിന്റെ ഒരു വിധി. മര്യാദയ്ക്കൊന്ന് ജോലിക്ക് പോകാൻ പോലും പറ്റില്ലല്ലോ.